നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലവേപ്പ് അഥവാ വലിയ വേപ്പ് എന്ന മരത്തെയാണ്. മെലിയേസിയ കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം മെലിയ അസിഡറാക് എന്നാണ്. സംസ്കൃതത്തിൽ അരണി, ഗണികാരിക എന്നൊക്കെയാണ് ഇതിനെ നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു 7 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ് ഈ മലവേപ്പ്. ഇതിൻ്റെ ഇലയ്ക്ക് വേപ്പിൻ്റെ കയ്പില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മുഴുവൻ വളർച്ചയെത്തിയ മരത്തിൻ്റെ മുകൾ ഭാഗത്ത് ശാഖോപശാഖകളോടുകൂടി നിരവധി തണ്ടുകൾ വൃത്താകൃതിയിൽ കാണപ്പെടുന്നു. ആര്യവേപ്പിൻ്റെ ഇലയോട് വളരെയധികം സാമ്യമുണ്ട് ഇതിന്. സംയുക്തങ്ങളായിട്ടാണ് ഇതിൻ്റെ ഇലകൾ വിന്യസിച്ചിരിക്കുന്നത്. ഇലത്തണ്ടിന് 50 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്നതാണ്. 5 ഇതളുകളുള്ള ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതും സുഗന്ധമുള്ളതുമാണ്. ഇതിൻ്റെ ഫലം കൂടുതലായി തണുപ്പ് കാലത്ത് കുലകളായി കാണപ്പെടുന്നു. അതിന് ഇളം മഞ്ഞ നിറമാണ് ഉള്ളത്. ഗോളാകൃതിയാണ് ഇതിൻ്റെ ഫലത്തിനുള്ളത്. ഉറപ്പുള്ള 5 ചാലുകളുള്ള വിത്താണ് ഈ മലവേപ്പിനുള്ളത്. ഇതിൻ്റെ തടിക്ക് ഇളം തവിട്ട് നിറമോ ചുവപ്പ് നിറത്തിലോ ആണ് കാണുന്നത്. മഹാഗണി കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ തടി ഫർണിച്ചർ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചു വരാറുള്ളത്. വേര്, തൊലി, ഇല എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇത് കൂടുതലായി തലവേദനയ്ക്കും വ്രണത്തിനും ത്വക്ക് രോഗങ്ങൾക്കും അണലി വിഷത്തിനുമൊക്കെയാണ് ഉപയോഗിച്ചു വരാറുള്ളത്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ മലവേപ്പ് അതിൻ്റെ ശരിക്കുള്ള പ്രധാനപ്പെട്ട ഉപയോഗം ഈ അണലി വിഷത്തിലാണ് അതിൻ്റെ ഉപയോഗം. അതായത് ഈ അണലി വിഷത്തിന് ഈ രക്തം ഇങ്ങനെ ഒഴുകും, അതായത് ബ്ലഡ് ഇങ്ങനെ പോകുന്ന കണ്ടീഷനുണ്ട്. അവിടെ ഈ രക്തസ്തംഭനത്തിനായിട്ട് ഈ ചെടി വളരെ നല്ലതാണ് മലവേപ്പ്. അതുപോലെ തന്നെ ഈ മലവേപ്പ് ഈ തലവേദന ഉള്ള സമയത്ത് അത് ലേശം അതിൻ്റെ ഇല അരച്ചിട്ട് ഈ നെറ്റിയിൽ പറ്റിക്കഴിഞ്ഞാൽ തലവേദന കുറയും. പിന്നെ ഈ വ്രണങ്ങൾ ഒഴുകാൻ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ ധാര ചെയ്യുക. ഇത് തന്നെ കൽക്കമാക്കിയിട്ട് ഈ നെയ്യിൽ ചാലിച്ചിട്ട് മറ്റേ ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറി, ഉണങ്ങാത്ത മുറികൾ പെട്ടെന്ന് ഉറങ്ങും.